വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തു നിന്നും നിരവധി പേരാണ് വീട് ഉപേക്ഷിച്ച് പോകുന്നത്. നമ്മൾ ഈ സംഭവം നടന്ന വീട്ടുമുറ്റത്താണുള്ളത്. കഴിഞ്ഞ ദിവസമാം ഈ വീട്ടിലെ നായയാണ് പുലി കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പുലിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് വനംവകുപ്പും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് അത് പുലിയല്ല, കടുവയാണ് എന്നുള്ളതാണ്. കാരണം ദൃക്സാക്ഷികളുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ആടിനെയും അതുപോലെ തന്നെ ഒരു പട്ടിയെയും ഇത്തരത്തിലൊരു മൃഗം കടിച്ചുകൊണ്ടുപോയി. ആ ചേച്ചി കണ്ടതാണ് ആടിനെ കൊണ്ടുപോയത് കടുവയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചേച്ചി ആവർത്തിച്ച് പറയുന്നുണ്ട് അത് കടുവയാണ് എന്നുള്ളത്. ആദ്യം എൻ്റെ ഒരു ആടിനെ പിടിച്ചു. അപ്പോൾ ഇത് ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആടുകളെ വിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത് പറഞ്ഞില്ല. അങ്ങനെയാണ് ആടുകളെ എല്ലാത്തിനെയും വിറ്റത്. ആ കൂട് നിറയെ ആടുണ്ടായിരുന്നു. ഇനി ഒരു നാലാടുകളെ നിർത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനെയും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പട്ടീനെ പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ ആടുകളെയും ഓടിക്കുകയും ചെയ്തു. കടുവനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് കടുവ തന്നെയാണ്. അതേ സമയത്ത് പുലിയാണെന്ന് വനംവകുപ്പ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കടുവയാണെങ്കിൽ അവരുടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുലിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഇന്നലെയാണ് ഈ ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വീട്ടുമുറ്റത്തു നിന്നാണ് നായയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ 2 നായ ഉണ്ടായിരുന്നു. അതിൽ ഒരു നായയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാമറ എന്തായാലും വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വീട്ടുകാരനുമൊക്കെ ഇവിടെ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എന്തായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടുന്ന് എപ്പോഴാണ് ശരിക്കും നായയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? നായയെ കൊണ്ടുപോയത് രാത്രി നേരം വെളുക്കാറായപ്പോഴാണ്. വെളുപ്പിന് ഓടുകൂടിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴാണ് പെടുന്നത്? ശ്രദ്ധയപ്പെടുന്നത് ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വരും. നായ്ക്ക് തീറ്റ കൊടുക്കാനും അതുപോലെ കുറച്ച് റബ്ബർ കൊട്ടാനും വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വരുമ്പോൾ നായനൊക്കെ സാധാരണ ഇതിൽ വരുമ്പോഴേ ഓടി വരുന്നതാണ്. അതിനെ കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ചോര ഇങ്ങനെ വീണ് കിടക്കുന്നതും. അത് പെറ്റ് കിടക്കുന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു. ഒരു നായായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം അവിടെ അനാഥമായി കിടക്കുന്നുണ്ട്. നായയും അവിടെ ചോരയും കാര്യങ്ങളും അതുപോലെ തന്നെ കടുവയുടെ എന്ന് തോന്നിക്കുന്ന ഒരു കാൽപ്പാടും ഒക്കെ അവിടെ കണ്ടു. അങ്ങനെ അപ്പോൾ അത് കടുവ കൊണ്ടുപോയി ഞങ്ങൾ ഞാൻ ഒരു ഉറപ്പിലെത്തിയത്. അതാണ് കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പുലിയുടേതാണ് എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് എന്തായാലും പറയുന്നത്. അതിനാണ് ക്യാമറയും സ്ഥാപിച്ചിട്ടുള്ളത്. മെമ്പറെ, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത്? ആളുകളൊക്കെ ഇപ്പം വലിയ രീതിയിൽ താങ്കളെ കോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇവിടെ എല്ലാവരും ഈ റബ്ബർ വെട്ടിനൊക്കെ പോകുന്ന ആളുകളാണ് അല്ലേ കൂടുതലായിട്ട്? വെളുപ്പിന് ഒരു 4 മണി മുതലൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളുണ്ട്. പുറത്തിറങ്ങാനുള്ള ഒരു ഭയമുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം 4 മണിയോടുകൂടി ഇവിടെ ST കോളനി ഉണ്ട്. കോളനിയിൽ അടുത്തടുത്ത് വീടുകളുള്ള ഒരു കോളനിയാണ്. 46ഓളം വീടുകളുള്ള ഒരു കോളനിയാണ്. ആ കോളനിയിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ഒരു 3 മണി 4 മണിയായ സമയത്ത് കടുവയുടെ അലർച്ച കേട്ടിരുന്നു. അത് ആ സമയത്ത് കുരങ്ങുകൾ ഒരു പ്രത്യേക രീതിയിൽ സൗണ്ട് ഇട്ടു എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആളുകൾക്ക് നല്ല ഭയമുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് നല്ല ഭയം. എന്നെ ആളുകൾ വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഒരു 12 മണി വരെ എനിക്ക് കോളാണ്. ഇങ്ങനെ വിളിക്കുകയാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു പേടി. മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നോട് വിളിച്ച് ചോദിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആശ്രയം, നമ്മളെ ആശ്രയിക്കുക. അതനുസരിച്ച് എന്നോട് വിളിക്കുക. എനിക്കിപ്പോൾ നമ്മളെന്താ പറയുക, ഞാൻ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്, ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ പിടിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും അവരുടെ ഈ ഒരു തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു നിഗമനം. ഇതുപോലെ ഈ ഒരു ക്യാമറ സ്ഥാപിച്ചാലൊന്നും ഇതിനെ കണ്ടെത്താൻ കഴിയില്ല. 2 മാസം മുമ്പ് ആനോട് വന്ന അതേ കടുവയാണ് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഈ 2 മാസമായിട്ട് ഇതിനെ കണ്ടെത്താനോ പിടിക്കാനോ സാധിക്കാതെ ആളുകൾ ഭയവിഹുലരായി നടക്കുക. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് നമുക്ക് ആളുകൾ എന്നോട് പറയുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങനെയാണ്. എന്തായാലും ഇവിടുന്ന് ഇപ്പം ഏകദേശം 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിന് അപ്പുറത്താണ് 1 കിലോമീറ്ററിന് അപ്പുറത്താണ് 2 മാസം മുൻപ് സമാനമായ രീതിയിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ക്യാമറ ഒക്കെ സ്ഥാപിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖല. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അത് മതിയായ രീതിയിലല്ല. കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണം, ആളുകളുടെ ഭീതി അകറ്റണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ നാട്ടുകാർ എന്തായാലും ഉന്നയിക്കുന്നത്.